ശ്രീ ഹാഷിം ബാബു കല്ലായി, പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, കേരള സ്റ്റേറ്റ് എക്സൈസ് പെൻഷനേഴ്സ് കോൺഗ്രസിൻ്റെ താൽക്കാലികമായി ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സംസ്ഥാനത്തെ എക്സൈസ് പെൻഷനേഴ്സ് കോൺഗ്രസിനോട് അനുഭാവമുള്ള ആളുകളെല്ലാം ഒത്തുകൂടി ഒരു സംഘടനയായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് വളരെ സ്വാഗതാർഹമാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. എക്സൈസ് ജീവനക്കാർക്കൊന്നും മാത്രമല്ല, കേരളത്തിലെ പെൻഷൻകാർക്കായാലും സർവീസിലുള്ളവർക്കായാലും യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു സർക്കാരുകളാണ് കഴിഞ്ഞ 2 തവണയായി 9 വർഷക്കാലം പൂർത്തിയാക്കിയത്. കേരളത്തിലെ എക്സൈസ് ജീവനക്കാർ UDF ഭരണകാലത്ത് നടന്ന പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്താൻ തീരുമാനിച്ചാൽ കുറേയെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ എക്സൈസ് മന്ത്രി ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരിക്കലും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസിനകത്ത് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പം നിങ്ങൾ എല്ലാവരും ശുപാർശയാണ്. ഇപ്പം ഇവരൊക്കെ സ്ഥിരമായിട്ട് ഭരിക്കുന്നവരായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഭരിക്കുന്നുണ്ടല്ലോ. ഇവർക്കൊക്കെ എല്ലാം ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് നടത്താൻ ഇവരാണ് ലിസ്റ്റുള്ളത്. നമുക്കൊന്നും ഒരു റോളില്ല. ചില ജില്ലകളിൽ നമ്മളാഗ്രഹിച്ച പോലെ ഒരാളെ വയ്ക്കാൻ പറ്റില്ല. അത് നമ്മുടെ ചില ജില്ലകളിലെ MLA ഏതായാലും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമാണ്. ഞാൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ വിഴിഞ്ഞം തുറമുഖം ആരംഭിച്ച UDF-ൻ്റെ കാലത്താണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് വരെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നമുക്ക് നടക്കില്ലെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. അത് നടത്തിയെടുക്കാൻ സാധിച്ചു. എയർപോർട്ട് എൻ്റെ കയ്യിലായിരുന്നു. കണ്ണൂർ എയർപോർട്ട് നിർമ്മാണം ഏതാണ്ട് 90% പൂർത്തിയാക്കിയത് ആ കാലഘട്ടത്തിലാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ കയ്യിലായിരുന്നു. ഫിഷറീസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഘട്ടത്തിൽ എക്സൈസ് എന്നിൽ നിന്നും ഒഴിവാക്കി തന്നെ എന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഇപ്പോഴത്തെ മന്ത്രിക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവരുടെ പാർട്ടിയിൽ നിന്നൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒഴിച്ച് ഒരാളും എല്ലാവരും പരസ്യമായി എല്ലാവർക്കും ഇപ്പോൾ KM മാണി എല്ലാ ദിവസവും മരിച്ചുവെങ്കിലും പറയാം, എല്ലാ ദിവസവും ഉമ്മൻചാണ്ടിയോട് എന്നോട് പറയുന്നത് ബാറ് പറഞ്ഞോളാം. എന്നാൽ അദ്ദേഹം പരസ്യമായി പറയുന്നത് ഒരെണ്ണം പോലും തുറക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ ഹിപ്പോക്രാറ്റുകളുടെ നിയന്ത്രണത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ. ബാറ് അടച്ചുപൂട്ടിയത് ഏതാണെന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പുള്ളൊരു കാര്യമല്ല. ഞാനത് ആയിരുന്നില്ല. ഞാനതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുന്നു. പക്ഷെ നമ്മളുടെ സമയത്ത് നിങ്ങൾക്കറിയാം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിനിടയിൽ നിന്ന് സമരം ചെയ്യുന്നത്. കേരളത്തിലെ എല്ലാ ബിഷപ്പുമാർക്കും വേറൊരു പണിയുണ്ടായിരുന്നില്ല. എക്സൈസ് വകുപ്പ് പിന്നെ മദ്യനയത്തിന് എതിർക്കലായിരുന്നു. ഇപ്പം എന്താ കേരളം നമ്മുടെ സമയത്ത് എത്ര മാറുണ്ടായിരുന്നു? 24 30 താഴെ മാറുണ്ട് 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രം. ഇപ്പം എത്ര മാറുണ്ട്? ഇപ്പം 1000 കൂടുതൽ ബാറുണ്ട്. 1000 കൂടുതൽ ബാറ് കേരളത്തിൽ ആർക്കെങ്കിലും വല്ല വിരോധമുണ്ടോ? അന്നത്തെ മാന്യന്മാരൊക്കെ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുണ്ട്. പുറത്തുള്ള അതേ ബിഷപ്പുമാരൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പോഴും ബിഷപ്പുമാരുൾപ്പെടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ട്രാൻസ്ഫർ 1 രൂപ അന്ന് വാങ്ങിയിട്ടില്ല. എനിക്ക് ഉറപ്പായിട്ട് പറയാം.
1 രൂപ. ഇടയ്ക്ക് നിന്ന് നമ്മുടെ ആളുകളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതെനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ പോസ്റ്റിങ്ങിന് മുൻകാലങ്ങളിലൊക്കെ എറണാകുളത്തൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെയൊക്കെ റേറ്റ് എത്രയായിരുന്നു. പക്ഷെ 1 രൂപ പോലും ഒരു ഉദ്യോഗസ്ഥനും മുടക്കില്ലാതെ ആ കാര്യം എല്ലാ പോസ്റ്റിങ്ങും നടന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം നൽകാനും ശ്രമിച്ചിട്ടുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ പറഞ്ഞ പോലെ എക്സൈസ് ഏറ്റവും കൂടുതൽ പണം സർക്കാർ ഖജനാവിൽ എത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിലും എക്സൈസിന് പ്ലാൻ ഫണ്ടില്ല. ആദ്യമായി പ്ലാൻ ഫണ്ട് കിട്ടിയത് UDF ഗവൺമെൻറ് കാലത്താണ്. ഇതൊന്നും എൻ്റെ മിടുക്കല്ല, ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുഭാവപൂർവമായ നിലപാടാണ്. ഞാൻ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ പെൻഷൻകാരുടെ ആളുകളാണ്. ഇപ്പോൾ KSSPയിലുള്ള ആളുകളാണ് നിങ്ങൾ പലരും. ഞാൻ ഒരു ബാഗ് കണ്ടു. KSSPയെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ വളരെ നല്ല നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. KSSPയെ പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ ശക്തമായി ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെ KSSPUവിന് ഇപ്പോൾ സമരം ചെയ്യേണ്ടി വന്നു. സെക്രട്ടേറിയറ്റ് നടയിൽ കഴിഞ്ഞ ദിവസം ഒരു സമരം ഉണ്ടായി അവരുടെ. കാരണം അവർ പറഞ്ഞിട്ടും ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ചുരുക്കി പറയാണ്, പെൻഷൻകാർക്ക് DA കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും പ്രഖ്യാപിക്കാനില്ല. 18% DA കുടിശ്ശികയുണ്ട്, 3% കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചു ദീപാവലിയോട് ബന്ധപ്പെട്ട്. അപ്പോൾ 21% വീണ്ടും കുടിശ്ശികയാവും. ഒരു കേസ് വന്നപ്പോഴാണ് 2% കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. DA തരുന്നില്ലെന്ന് മാത്രമല്ല, ആ പണ്ട് DA പൈസയായിട്ട് തന്നില്ലെങ്കിലും അത് PF ലയിപ്പിക്കും എന്ന് പറയുമായിരുന്നു. അപ്പോൾ PF ഉണ്ടാവും. ഇപ്പൊ എന്തായി 18% DA കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇവരും അത് വിസ്മരിച്ചു. കിട്ടാക്കടമായിട്ട് എന്ന് പറഞ്ഞാൽ എഴുതി തല്ലിയ പോലെ ഇവരും കിട്ടുമെന്ന് ഇവർക്ക് ഉറപ്പായി. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം, കേരളത്തിലെ ഏറ്റവും നല്ല ശമ്പള പരിഷ്കരണം, ജീവനക്കാർക്ക് പ്രയോജനകരമായ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ്. ഏറ്റവും മികച്ച ശമ്പള പരിഷ്കരണം ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കിയോ. ഏറ്റവും നല്ല എഗ്രിമെന്റ് KSC ബോർഡ് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ്. 1000 അതിൻ്റെ ഒരു നല്ല എഗ്രിമെന്റ് വന്നിട്ടില്ല. ഒരു ആനുകൂല്യം അവർക്ക് കിട്ടുന്നില്ല ഇലക്ട്രിസിറ്റി ബോർഡിൽ. ഇതുപോലെ തന്നെയാണ്. അതുപോലെ ഇപ്പോൾ 2024 ജൂലൈ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 ജൂലൈ മുതൽ പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ടതാണ്. ഇപ്പോൾ കമ്മീഷൻ പോലും വെച്ചിട്ടില്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരും. LDFന്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരും. അതിനുവേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. അവസാനം കോടതി ഇടപെട്ട് CPIക്കാരാണെന്നോ ജോയിന്റ് കൗൺസിലുകാർ കേസ് കൊടുക്കുമ്പോൾ അത് എന്താണ് ശുപാർശ എന്ന് അറിയാൻ സാധിച്ചു. അതിനുശേഷം അതുവരെ കുറിച്ച് പഠിക്കാൻ, കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേറെ കമ്മിറ്റിയുണ്ട്. ഞാൻ കമ്മിറ്റിയെ റിപ്പോർട്ട് പഠിക്കാൻ വേറെ കമ്മിറ്റിയുണ്ട്. ഇങ്ങനെ ജീവനക്കാരെ കബളിപ്പിച്ച, ജനങ്ങളെ കബളിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജീവനക്കാരെ കബളിപ്പിച്ച, പെൻഷൻകാരെ കബളിപ്പിച്ച ഒരു ഗവൺമെന്റ് കേരളം ഭരിച്ചിട്ടില്ല. ബിവറേജ് കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തുള്ള കെട്ടിടം പണിത് നമ്മുടെ കാലത്താണ്. ഇവിടുത്തെ ഈ കോംപ്ലക്സ് പണിത് നമ്മുടെ കാലത്താണ്. പാലക്കാട് കോംപ്ലക്സ്, പാലക്കാട് കോംപ്ലക്സ് ഷാഫി പറമ്പലത്തിൻ്റെ പ്രത്യേക പരിഗണന കൊടുത്തതാണ്. തിരുവനന്തപുരം, കോട്ടയത്തെ ഞാനും പ്രത്യേക പരിഗണന കൊടുത്തതാണ്. ചെങ്ങന്നൂർ കൊടുത്തിരുന്നു. ചെങ്ങന്നൂർ അവിടെ തർക്കം വന്ന് ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ ഇവിടെ പോലീസിന്റെ പ്രവർത്തനം, എക്സൈസിന്റെ പ്രവർത്തനത്തിൽ അത് കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ എക്സൈസുകാരെ കാണുന്ന പണ്ടൊക്കെ സമൂഹം കണ്ടിരുന്ന പോലെ ഇപ്പൊ കാണുന്നില്ല. അതിനോട് ഒരു അടിത്തറ തുടങ്ങിയത് നമ്മുടെ കാലത്താണ്. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, അതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗമാക്കിയത് നമ്മുടെ ഗവൺമെന്റ് സമയത്താണ്. ഒരുപാട് കാര്യങ്ങൾ അന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കാരുടെ ഒരു പിന്തുണയില്ലാതെ
എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പരമാവധി പ്രവർത്തനങ്ങൾ എക്സൈസ് ജീവനക്കാർക്ക് അനുകൂലമായിട്ടും അതുപോലെ എക്സൈസിന്റെ പ്രവർത്തനം ഇപ്പം ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, അതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തകന്മാർക്ക് അവാർഡ്, ലഹരി വിരുദ്ധ ക്ലബ്ബുകൾക്ക് പ്രവർത്തിക്കാൻ സഹായം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേക ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിച്ചു. ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങനെ കൂടുതൽ പ്രൊമോഷൻ അവസരങ്ങൾ നമ്മുടെ കാലത്ത് അതെ കൗൺസിലിംഗ് സെന്ററുകൾ തുടങ്ങിയതൊക്കെ ആ കാലത്താണ്. ഇന്ന് ഇവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നതിന് കഴിഞ്ഞ പക്ഷേ ഒരു കാര്യം, ഇവർ മദ്യവർദ്ധനമാണ് പ്രധാനമായിട്ട്. KPSC ലളിതയുടെ പരസ്യമൊക്കെ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകം അറിയാലോ, ഞാൻ പറയേണ്ടതായില്ലല്ലോ. KPSC ലളിതയെ മുന്നിൽ നിർത്തി നടത്തിയ ആ പരസ്യം മദ്യത്തിനെതിരായിട്ടുള്ള. ഇപ്പോ ആ പരസ്യത്തെ കുറിച്ച് പറയുന്നത് പോലും ഇവർക്ക് താല്പര്യം, കേൾക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. കേരളത്തിൽ ഇതുപോലെ മദ്യം ഒഴുക്കിയ ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മദ്യത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുകയും മദ്യം ഒഴുക്കുകയും ചെയ്യുന്ന നയമാണ് ഈ ഗവൺമെന്റിനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ കശുമാങ്ങയെന്ന് ലഹരി ഉണ്ടാക്കാൻ അന്നും അറിയാം, പക്ഷെ അന്നും ഉണ്ടാകാതിരുന്നതാണ്. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇപ്പം ബിവറേജ് ഔട്ട്ലെറ്റ് ബാറുകാർക്ക് പോലും രക്ഷയില്ല. കാരണം എല്ലായിടത്തും ഒരു പഞ്ചായത്ത് കേരളം ഒന്നാമതാണ്. അന്ന് UDF ഗവൺമെന്റ് കാലത്ത് പറഞ്ഞിരുന്ന ഈ LDF ഗവൺമെന്റ് വന്നപ്പോൾ പറഞ്ഞതും UDF ഗവൺമെന്റ് കാലത്ത് പറഞ്ഞിരുന്നു, കേരളത്തെ ബാറുകൾ അടച്ചു കൂട്ടിയത് കൊണ്ടാണ്, മദ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ രാസലഹരി ഉപയോഗിക്കാൻ മുന്നോട്ട് വന്നതുകൊണ്ട്. ഇപ്പോൾ ഇതുപോലെ രാസലഹരി, ഇന്നലെ ഞങ്ങളൊരു യോഗത്തിൽ പങ്കെടുക്കുന്നു, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഗ്രേറ്റ് വാക്ക് അഗൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇവിടെ 30-ാം തീയതിയാണ്. അപ്പം ആ പരിപാടി പങ്കെടുക്കുന്ന ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പൊ കേരളത്തിൽ രാസലഹരി ഇല്ലാത്ത എവിടെയാ ഉള്ളത്? എവിടെ ഇല്ലാത്ത? ഇതുപോലെ മദ്യം ഒഴുകിയിട്ട് രാസലഹരി വന്നുകൊണ്ടിരിക്കുക. എൻഫോഴ്സ്മെന്റിൽ ഇതുപോലെ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റില്ല. ഇതുപോലെ പരാജയപ്പെട്ട മാർക്സിസ്റ്റ് അനുഭാവികളായ ആളുകൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഒരു കാര്യം കൂടി പറയാം, എക്സൈസിൽ ഇനി പുതിയ കോൺഗ്രസ് അനുഭാവികളായ ആളുകൾ പരസ്യമായി എക്സൈസിലും പോലീസിലും രംഗത്ത് വരാൻ തന്നെ വലിയ പ്രയാസമാണ്. കാരണം അവരെ ഇതുപോലെ പീഡിപ്പിച്ച് അവരെ തകർത്ത് കളയുന്ന ഒരു നയം UDF ഗവൺമെന്റ് കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എക്സൈസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനോട് അനുഭാവമുള്ള ഉദ്യോഗസ്ഥന്മാരായി നിൽക്കുന്ന സർവീസിലുള്ള ആളുകളെ പൂജിക്കണം. കാരണം അത്രയേറെ പീഡനങ്ങളാണ് അവർക്ക് ഉള്ളത്. അവരത്രയേറെ പ്രയാസപ്പെട്ടാണ് സർവീസിൽ കഴിയുന്നത്. പിരിഞ്ഞുപോയ ആളുകളെയും ജീവനക്കാരെയും ഇതുപോലെ പീഡിപ്പിച്ച ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിനെതിരായി ഒരു രാഷ്ട്രീയ പരിഹാരമാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനും പ്രാദേശികമായി നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റികളുടെ അധികാരത്തിൽ കൊണ്ടുവരാനും നിങ്ങളുടേതായ പരിശ്രമം അതിശക്തമായി നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.